ഞാൻ ഒരാളെ പോലും മോശമായിട്ട് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇല്ലേ? ആരെങ്കിലും കുത്തി പറയുകയോ മനസ്സ് വിഷമിപ്പിക്കുകയോ ഉള്ള ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ പറയാ, എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, അതുമല്ലെങ്കിൽ നമ്മളോട് എവിടെയെങ്കിലും ഒരു സമനിരപ്പെട ആൾക്കാർ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനാ? എല്ലാവരോട് ന്യായീകരിച്ച സമയം കളയുന്നതിനാ? നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മളുടെ ശരിയും നമ്മളുടെ കാര്യങ്ങളായിട്ട് പോകാറ്. ഞാനൊരു മെസ്സേജ് പോലും മോശമായ അവസ്ഥയിൽ ഫോർവേഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അത്രയും സഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് വളരെ കൂടിപ്പോയി. എന്നെ ആർക്കറിയാം, ഞാനൊന്നും പ്രതികരിക്കില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞേ, എന്നെ വിട്ടേക്ക്. ഞാൻ സംസാരിച്ച ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും മാറി കിടക്കുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ട് ആരെക്കുറിച്ച് ഒന്നും പറയാനോ ആരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടാൻ വരുന്നില്ല. എൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്കും എന്നെ വിട്ടേക്ക്. നമ്മുടെ കൈയും കാര്യം കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥകളായിരുന്നു കഴിഞ്ഞ 8-9 വർഷക്കാലം. ഡോക്ടർ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ദിലീപിന്റെ കേസ് എന്തായി? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. അപ്പൊ ഡോക്ടർ ദൈവമേ, അപ്പൊ എന്നെ മാറ്റും. അപ്പൊ എല്ലാ തവണയും ഡോക്ടർ ഓരോ തവണ ചോദിക്കും, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞു ഡോക്ടറെ, ചിലപ്പോ അടുത്ത ആഴ്ച എന്ന് പറയുന്നുണ്ട്, എന്റെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അതെന്താവോ ആവോ ഇനി. ഈ ദിലീപിന്റെ കേസ് വെച്ചാൽ ഈ കോടതി പരിപാടികൾ പോലെ തന്നെയാണ് ഇപ്പൊ എന്റെയും കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോ എനിക്ക് ഹാർട്ട് സർജറി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലായി. നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ എത്രയോ വർഷക്കാലം ഈ കോടതിയിൽ പോയി ആ കോടതി പോയി, അങ്ങനെ മേൽക്കോടതി പോയി, കീഴ്ക്കോടതിയിൽ വരുന്നു, പിന്നെ മേൽക്കോടതി പോകുന്നു. സൈഡിൽ കൂടി നമ്മളുടെ കേസ് കൊണ്ട് നമ്മളും ഇതേപോലെ. ഓരോ തവണ ഫോണ് ബെല്ലടിക്കുമ്പോഴും ആ ഒരു ഡോക്ടർ ദിലീപിനോട് ഒരേ ഒരു കാര്യമാണ് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, ദിലീപേ നമ്മുടെ കേസ് എന്തായി എന്നുള്ളത്. അപ്പൊ ദിലീപ് പറയും അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി ഡോക്ടറെ എന്നുള്ളത്. ഉടൻ വരും ഡോക്ടറുടെ നിസ്സഹായത നിറഞ്ഞ ഒരു മറുപടി, എങ്കിൽ ദൈവമേ, എന്റെ കേസും അവർ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ടാകും അല്ലേ. ഒരു ഒന്നാന്തരം ക്രൈം ത്രില്ലർ സിനിമയിലെ ഡയലോഗ് പോലെ തോന്നാം. പക്ഷെ കഴിഞ്ഞ 9 വർഷമായിട്ട് മലയാള സിനിമയുടെ പിന്നാമ്പുറത്ത് ആരും അറിയാതെ നടന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണിത് കേട്ടോ. എന്തായാലും എന്റെ കയ്യും കാലും കെട്ടിയിട്ട് പച്ചയ്ക്ക് അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ദിലീപ് ഒടുവിൽ മൗനം വെടിയുമ്പോൾ ചില പോലീസുകാരുടെ ഡേർട്ടി ഗെയിം ഒരു വശത്തും, മറുവശത്ത് നീതിക്കായിട്ട് ഇറങ്ങി തിരിച്ച് അതിജീവിതയുടെ ഒടുങ്ങാത്ത പോരാട്ടവും കേസിന്റെ ഗതി മാറ്റിയ മഞ്ജു വാര്യരുടെ നിർണായക മൊഴിയുമാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഇര, ആരാണ് വേട്ടക്കാരൻ? എന്തായാലും നമുക്ക് ഈ കേസിലെ പിന്നിലെ ആരും അറിയാത്ത അല്ലെങ്കിൽ മറുപുറം ഒന്ന് പരിശോധിക്കാം. മലയാള സിനിമയിൽ ശരിക്കും സംഭവിച്ച ഒരു കാര്യമാണിത് കേട്ടോ. നടൻ ദിലീപും ആലുവയിലെ ഒരു അറിയപ്പെടുന്ന ഡോക്ടറും തമ്മിൽ പോലീസുകാരുണ്ടാക്കി വെച്ച ഒരു അവിശ്വസനീയമായിട്ടുള്ള ഒരു കണക്ഷൻ. ഒടുവിൽ ആ സത്യം ദിലീപ് തന്നെ ഇവിടെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ നടി ആക്രമിച്ച കേസ് വന്നതിന് പിന്നാലെ അത് വർഷങ്ങളായിട്ട് തന്നെ വലിയ രീതിയിൽ പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും നിൽക്കാതിരുന്ന ദിലീപ് ആലുവയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് കേസിന്റെ പിന്നാമ്പുറത്ത് നടന്ന ഞെട്ടിക്കുന്ന കഥകൾ വെളിപ്പെടുത്തിയത്. വെറുമൊരു ആരോപണമായിരുന്നില്ല അത്. ആരും അറിയാത്ത ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ശരിക്കും അവിടെ എന്താണ് നടന്നത്? ദിലീപിനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിന്റെ കൂടെ ആരും നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ട് ചില പോലീസുകാർ പ്ലാൻ ചെയ്തുവെന്നും അതിനിരയായത് ആലുവയിലെ ഡോക്ടർ CM ഹൈദരാലി ആയിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. ഒരേ കാലഘട്ടത്തിലാണ് ഞാനും ഡോക്ടറും ഓരോ ഫേസിലൂടെ പോയിക്കൊണ്ടിരുന്നത്. എന്റെ വിഷയങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്താൻ ഒരു ഐലൻഡ് പോലെയാണ്, ഒരാളുടെ സപ്പോർട്ടോ ഒരു സഹായം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ ചേർന്ന് പല പരിപാടികൾ ഒപ്പിച്ചപ്പോഴും പാവം ഡോക്ടറെയും പിടിച്ച് അതിന് ബലിയാടാക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു. എനിക്കതൊരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്റെ പേരിൽ പാവം ആ നല്ല മനുഷ്യൻ എത്ര ബലിയാടാകുന്നു. വെറുതെ വായി തോന്നുന്ന ആരോപണം ഉന്നയിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, നമുക്കൊന്നും പറയാനും പറ്റൂല, നമ്മുടെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥകളായിരുന്നു കഴിഞ്ഞ 8-9 വർഷക്കാലം. എത്രയോ വർഷക്കാലം ഈ കോടതിയിൽ പോയി ആ കോടതി പോയി, അങ്ങനെ മേൽക്കോടതി പോയി, കീഴ്ക്കോടതിയിൽ വരുന്നു, പിന്നെ മേൽക്കോടതി പോകുന്നു. സൈഡിൽ കൂടി നമ്മളുടെ കേസ് കൊണ്ട് നമ്മളും ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവസാനം സത്യം ജയിച്ചു എന്ന് പറയുന്ന പോലെ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ആശുപത്രി തിരിച്ചു കിട്ടി. അതില് അദ്ദേഹം ഇത് നഷ്ടപ്പെടുത്തി കളയോ എന്നുള്ള ഭയമുണ്ടായിരുന്നു എനിക്കൊക്കെ. കാരണം മനസ്സും അടുത്തിട്ട്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ആലുവയില് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. അതില് എടുത്തു പറയേണ്ട ഒരാളാണ് ഡോക്ടർ CM ഹൈദരാലി. ഞാൻ 2009 എൻ്റെ അച്ഛന്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും
ഒക്കെ തന്നെയാണ്. കാരണം ഈ നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നാട്ടില് ഒക്കെ ആയിട്ട് ഡോക്ടർ ഒരുപാട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പലർക്കും വീടുകൾ വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ പറയാ, എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, അതുമല്ലെങ്കിൽ നമ്മളോട് എവിടെയെങ്കിലും ഒരു സന്ദർഭം ആൾക്കാർ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനാ? എല്ലാവരോട് ന്യായീകരിച്ച സമയം കളയുന്നതിനാ? നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മളുടെ ശരിയും നമ്മളുടെ കാര്യങ്ങളായിട്ട് പോകാറ്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെയും ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചു. അവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു അത്രേ, ദിലീപ് കേസ് എന്തായി എന്നുള്ളത്. അപ്പൊ ദിലീപ് പറയുന്നത് എന്താണ്, അത് കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി ഡോക്ടറെ എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു നടന്റെ കേസിന്റെ തീയതികൾ കോടതിയിൽ നീണ്ടുപോകുമ്പോൾ അതേ ദിവസം തന്നെ മറ്റൊരു വശത്തെ ഈ ഒരു ഡോക്ടറുടെ കേസും അതുപോലെ തന്നെ മാറ്റി വെക്കപ്പെടുകയായിരുന്നു. എന്തൊരു വിചിത്രമായിട്ടുള്ള കണക്ഷൻ ആണല്ലേ. എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയം കൂടി ദിലീപ് അവിടെ ഓർത്തെടുത്തോട്ടോ. 2009 അച്ഛന്റെ പേരിൽ ആരംഭിച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടല്ലോ, അതുവഴി 1000 നിർധനർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു വലിയ പ്രോജക്റ്റ് ദിലീപ് ആരംഭിച്ചിരുന്നു. അതിന് 11 വീടുകൾ പണിത് കഴിയുമ്പോഴാണ് ഈ ഒരു കേസ് വരുന്നത്. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ദിലീപ് നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്താൽ ഇത് കേസ് ഒതുക്കാൻ ആൾക്കാർക്ക് കൊടുക്കുന്ന പണമാണ് എന്ന് പറഞ്ഞ് പോലീസ് അത് ചാപ്പകുത്തി. ഒടുവിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ തുടങ്ങിയ ആ ഒരു ട്രസ്റ്റ് തന്നെ ഫ്രീസ് ചെയ്യപ്പെട്ടു. എന്തായാലും കഥയുടെ അവസാന സത്യാവസ്ഥ തെളിഞ്ഞു. വർഷങ്ങൾ നീണ്ട ഈ ഒരു പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വരികയും ഡോക്ടർക്ക് നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ആശുപത്രിയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി തിരികെ കിട്ടുകയൊക്കെ ചെയ്തു. കയ്യും കാലും കെട്ടിയിട്ട് പച്ചക്കടിക്കുന്ന അനുഭവത്തിലൂടെയാണ് താൻ കടന്നുപോയത് എന്നാണ് ദിലീപ് ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. അതേസമയം തന്നെ ദിലീപ് തന്റെ ഭാഗം ന്യായീകരിച്ച് പോലീസിനെതിരെ ഇവിടെ രംഗത്ത് വരുമ്പോഴും മറുവശത്ത് കേസിന്റെ ഗൗരവം കുറയുന്നില്ല എന്നുള്ളതും സത്യാവസ്ഥയാണ്, യാഥാർത്ഥ്യമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട അതിജീവിത എന്ന ആ പെൺകുട്ടി അനുഭവിച്ച ഒരു നരകയാതനയുണ്ട്. അത് നീതിക്കായിട്ട് അവൾ നടത്തുന്ന പോരാട്ടവും ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം തന്നെയാണ്. അതുമാത്രമല്ല, കേസിലെ നിർണായക സാക്ഷിയായിട്ടുള്ള നടിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായിട്ടുള്ള മഞ്ജു വാര്യർ നൽകിയ മൊഴികളും പ്രോസിക്യൂഷന്റെ വാദങ്ങളും ഇന്നും കോടതിക്ക് മുന്നിലുണ്ട്. ദിലീപിന് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള മഞ്ജു വാര്യരുടെ മൊഴികളടക്കം മുൻപ് വലിയ ചർച്ചയായതുമാണ്. ചുരുക്കത്തില് ഒരു വശത്ത് ദിലീപിന്റെ ഈ ഒരു വൈകാരികമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ മറുവശത്ത് നീതിക്കായിട്ട് പോരാടുന്ന അതിജീവിതയും കോടതിയിലെ തെളിവുകളുമുണ്ട്. ഒടുവിൽ ആരാണ് തെറ്റുകാരൻ, ആരാണ് ശരി എന്നുള്ള തെളിവുകൾ പരിശോധിച്ച് കോടതി തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഒരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ ദിലീപ് വെളിപ്പെടുത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഒരു കേസിന്റെ പേരിൽ മറ്റുള്ളവരുടെ ജീവിതം പോലും ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.